ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഞാൻ ഞെട്ടിപ്പോയ ഒരു ന്യൂസ് കണ്ടിട്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ബാംഗ്ലൂർ പോലെയുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ശരിക്കും എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ ഒക്കെ ഒരുപാട് സുഹൃത്തുക്കൾ തന്നെ ബാംഗ്ലൂർ പഠിക്കുന്നവരുണ്ട്. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരില്ല, പക്ഷെ ബാംഗ്ലൂർ ഈ പറയുന്ന കോളേജുകളിൽ പോലും അത് കേട്ടപ്പോഴാണ് എനിക്ക് ഞെട്ടിപ്പോയത്. ഞാൻ ഒരു കാലത്ത് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുത്ത കോളേജാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിഡ്രോ ചെയ്തു എൻ്റെ അഡ്മിഷൻ. അത് മറ്റു ചില കാരണങ്ങളാൽ എനിക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ഇന്ത്യയിലെ തന്നെ മറ്റൊരു കോളേജ്, തിരുപ്പതിയിൽ, ആന്ധ്രാപ്രദേശിൽ പോയി ഞാൻ പഠിച്ചു. പക്ഷേ ഈ ബാംഗ്ലൂർ നടക്കുന്ന ഡ്രഗ് മാഫിയയെ പറ്റി ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവന് എത്ര പ്രായമുണ്ടെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 10-25 വയസ്സെങ്ങാനും കാണുമോ എന്ന് എനിക്കറിയത്തില്ല, 28 എങ്ങാനും കാണുമോ എന്ന് അറിയത്തില്ല. പക്ഷെ അവന് അതിനെതിരെ, അവിടെ നടക്കുന്ന ഡ്രഗ് മാഫിയക്കെതിരെ, അല്ലെങ്കിൽ കോളേജുകൾ നടക്കുന്ന ഈ ഡ്രഗ് മാഫിയക്കെതിരെ അവൻ മുന്നോട്ട് വന്ന് പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും. അവന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അവനെ എല്ലാവരും കൂടെ തട്ടിക്കളയാനുള്ള സാധ്യത വളരെ വലുതാണ്. എത്ര പേര് അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുമെന്നും അറിയത്തില്ല. കാര്യം ഇതുപോലൊരു വലിയ സംഘടനയ്ക്കെതിരായിട്ട്, അല്ലെങ്കിൽ വലിയൊരു മാഫിയ ഗ്രൂപ്പിനെതിരായിട്ട് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ പേരുൾപ്പെടെ, ഈവൻ കോളേജിന്റെ പേര്, ഓരോ പറയുന്ന വ്യക്തികളുടെയും പേരുൾപ്പെടെയാണ് പുള്ളി പറയുന്നത്. ഓരോരുത്തരും ഫോട്ടോ സഹിതമാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ ചാനലിൽ വന്നിട്ട് പുള്ളി പറയുന്നത്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഞെട്ടിപ്പോകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും ഞാൻ തെറ്റ് ചെയ്യാതിരുന്നാൽ പോലും, ഇപ്പം ഞാനിപ്പോൾ UAE-ലാണ്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നേരായി നടക്കണമെന്നുള്ളവന് നേരായിട്ട് നടക്കാം. ഓക്കെ, ഇനിയിപ്പം എനിക്ക് ഇച്ചിരി വെള്ളം അടിക്കണം, എനിക്ക് അടിക്കാം. പക്ഷെ അതിനെല്ലാം ഒരു നിയന്ത്രണമുണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പം ഞാൻ പോകണ്ട എന്ന് വിചാരിച്ചാൽ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ തെറ്റായ വഴിയിലോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ മാത്രമേ ഞാൻ തെറ്റായ വഴിയിലോട്ട് പോകത്തുള്ളൂ. പക്ഷെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റിയിൽ ഇതല്ല സിനാരിയോ എന്നാണ് ഈ സുഹൃത്ത് പറഞ്ഞു വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തെറ്റായ വഴിയിലോട്ട് പോകണ്ട എന്നുണ്ടെങ്കിൽ കൂടിയും എന്നെ അതിൽ അകപ്പെടുത്തി, അപ്പോൾ എന്നെ അതിൻ്റെ ഒരു ഭാഗമാക്കി എന്നിൽ നിന്നും പൈസ കൈപ്പറ്റി എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു മേഖലയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. മനസ്സിലായോ? അത് വളരെ ഗുരുതരമായ ഒരു ഭീഷണി തന്നെ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വളരെ നേരിടുന്ന ഒരു ഭീഷണിയാണ്. ഇവിടെ നമ്മുടെ ബിഗ് ബോസിനെ പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലമുറകളുടെ നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ യൗവനക്കാരാണ്, അല്ലെങ്കിൽ യുവതലമുറകളാണ്, യൂത്താണ്. ഓക്കെ, ഇവരെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്, ഇവരെയാണ് ഇത് നശിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ നമ്മൾ എത്രയോ പേര് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, നിങ്ങൾ ഈ ചെറുപ്പക്കാരൻ്റെ വീഡിയോ ഒന്ന് കാണണം, ഞെട്ടിപ്പോകും. അത് ഇദ്ദേഹം ഇത്രയും കാണിക്കുന്ന ചങ്കൂറ്റത്തിന് ബിഗ് സല്യൂട്ട്. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ ഇനിയിപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഗവൺമെന്റുകൾ തന്നെ. ഇപ്പം ഇന്ന് അടുത്തൊരു വാർത്ത വന്നു, ബാംഗ്ലൂർ രാത്രി 12 മണിക്ക് ശേഷം, ഇപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അവിടുത്തെ അധികൃതർ ഇപ്പോൾ പബ്ബുകളിലും മറ്റും 12 മണിക്ക് ശേഷം ആരും അവിടെ അലൗഡ് അല്ല, എല്ലായിടങ്ങളിലും അതിശക്തമായ ചെക്കിങ് നടക്കുകയാണ് എന്നൊക്കെ കേൾക്കാൻ ഇടവന്നു ബാംഗ്ലൂർ സിറ്റിയിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വെളിയിലിറങ്ങി നടക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. 12 മണിക്ക് ശേഷം നല്ല ചെക്കിങ് നടക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരൻ ഒരാളിന്റെ വോയിസ്, അതാ ഞാൻ പറയുന്നത്, ഒരാൾ വോയിസ് എടുത്തപ്പോൾ ഇത്രയധികം മാറ്റങ്ങൾ അവിടെ, അല്ലെങ്കിൽ ഇത്രയധികം നിയമം അല്ലെങ്കിൽ പോലീസ് ജാഗരൂകരായെങ്കിൽ ഇദ്ദേഹം ഒരു യൗവനക്കാരനാണ്, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒഴിഞ്ഞു കളയാം. പക്ഷെ അദ്ദേഹം അത് ചെയ്യാതെ ഈ ഒരു ഭാവി തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ നമുക്കും പറ്റുമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൈത്താങ്ങ് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇത്തരക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുക. ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കാണുക, നിങ്ങൾ ഞെട്ടിപ്പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇദ്ദേഹമാണ് ബാംഗ്ലൂര് ആചാര്യ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾ ലക്ഷ്യത്തടങ്ങുന്ന ഒരു വലിയ തട്ടിപ്പുണ്ട്. ഫിനിഹാസ്, അഭിനന്ദ്, അർജുൻ പിള്ള, ഹെലൻ, ഇവരാണ് ഇതിന്റെ മെയിൻ ആളുകൾ. ഈ അർജുൻ പിള്ള എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ മെയിൻ ഹെഡായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവർ ചെയ്യുന്ന തട്ടിപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് CCP ഉദ്യോഗസ്ഥരാന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ റൂമിൽ ചെയ്യും. സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരാണ്, സ്വയം പരിചയപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ റൂമിൽ പോകും. അവിടെ ഇവര് കുറച്ച് ഡ്രഗ് വെക്കും, MDMA, കഞ്ചാവ് പോലുള്ള ഡ്രഗ്സ് വെക്കും. എന്നിട്ട് ഈ പിള്ളേരെ ഒരുപാടിട്ട് തല്ലും. എന്നിട്ട് ഈ പിള്ളേരെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾക്ക് ഇനി ഇവിടെ പഠിക്കണമെന്നുണ്ടോ, നിങ്ങൾ പേരിൽ കേസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരെ സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോകും. ഈ സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ സെല്ലിലിടും. അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് ഇവര് ടൈപ്പാണ്. ഇവര് ഫാമിലിയെ വിളിക്കും, ഫാമിലിയുടെ കയ്യിൽ 4 ലക്ഷം രൂപ വരെ ആവശ്യപ്പെടും. എന്റെ ഫ്രണ്ട്സിനെ രാത്രി കൊണ്ടുവരാം,
കൊണ്ടുപോയിട്ട് ഫോണൊന്നും കൊടുത്തിട്ടില്ല. ഇവരെ ഡയറക്റ്റ് വീട്ടിൽ പിടിച്ചിട്ട് കിലോ കണക്കിന് കഞ്ചാവ് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടുകാരെ വെച്ച് പീഡിപ്പിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 4 lakh വരെ വീട്ടിൽ മേടിച്ചു. ഈ പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ അവര് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ടൈപ്പിലാണ്. പൈസ ആർക്കാ അല്ലേ ഇഷ്ടമല്ലാത്തത്? ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് അവിടെ ആക്കിയിട്ട് ഈ ഞങ്ങൾ MDMA കേസ് അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ കേസിൽ ഞങ്ങൾ നിങ്ങളുടെ മക്കളെ അകപ്പെടുത്തി കളയും, ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറണമെങ്കിൽ 4 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ പല മാതാപിതാക്കളും കൊടുത്തേ മതിയാകൂ, അല്ലെങ്കിൽ കൊടുത്ത് അവരുടെ മക്കളെ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറക്കേണ്ടി വരും. പക്ഷേ ഇതൊരു ഫേക്ക് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാമല്ലോ. അവർ പോകുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഇച്ചിരി കരുതിയിരുന്നാൽ 1 പാക്കറ്റോ 2 പാക്കറ്റോ കരുതിയാൽ അപ്പോൾ മതിയല്ലോ, അവിടെ കൊണ്ട് കുഞ്ഞുങ്ങളുടെ റൂമിൽ കൊണ്ടിട്ടിട്ട് അല്ലേ. അപ്പോൾ ബി കെയർഫുൾ, അതേ പറയാനുള്ളൂ. വീട്ടിലോട്ട് വിളിക്കും. ഇവരെ ഫോണും കാര്യങ്ങളെല്ലാം മേടിച്ചു വെച്ചതിന് ശേഷം വീട്ടിലോട്ട് വിളിച്ചിട്ട് പറയും നിങ്ങളുടെ മകനെ MDMA ആയിട്ട് പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മകളെ MDMA ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ വിളിക്കും, നമ്മളാകെ അവരെ കേസ് ആവാതെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാന്നുള്ള ഒരു ഇതിലായി ഞങ്ങൾ പോയത്. ഇവർ വിളിച്ച് പറയണേ ഇവൻ കഞ്ചാവ് യൂസ് ചെയ്തത് വിറ്റു എന്നൊക്കെയാണ്. അതിന് ഒരു എവിഡൻസ് ഒന്നും അവർ കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് പറഞ്ഞ വേറെ ആൾക്ക് മനസ്സിലാവില്ല. ഈ ഫാമിലീസിനെ വിളിക്കുന്ന ആളാണ് അർജുൻ പിള്ള. അർജുൻ പിള്ള പറയുന്നത് ഞാൻ ട്രാൻസ്ലേറ്റർ ആണ്, അല്ലെങ്കിൽ ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ടാണ് അർജുൻ പിള്ള വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ശരിക്കും ആരാധന ഞാൻ അവർക്ക് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ട്രാൻസ്ലേറ്റർ ആണ്, പിന്നെ ഇത് കേസ് ആക്കാത്തോണ്ടാണ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോകാത്തത്. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി, അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു, ആരും യൂണിഫോം അല്ലായിരുന്നു. പക്ഷെ ഇത് നടന്നത് തൊട്ട് ബാക്കിലാണ് പോലീസ് സ്റ്റേഷന്റെ. അപ്പൊ നമ്മളിത് വിശ്വസിക്കും. പുള്ളി പറഞ്ഞത് അവിടുത്തെ SIയോ അങ്ങനെ ആരോ ആണെന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ അവരുടെ ഭയങ്കര താങ്ക് യു ഒക്കെ, കാരണം നമ്മളത് വിശ്വസിച്ച് പോകും. സ്വാഭാവികമായിട്ടും മലയാളി വിദ്യാർത്ഥികളാണ് പിടിക്കുന്നത്. മലയാളത്തിൽ സംസാരിച്ച് ഈ ഫാമിലിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയായി സംസാരിച്ച് കേസിൽ നിന്നെല്ലാം ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം 5 ലക്ഷം രൂപ വാങ്ങുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ സത്യം പറയാനോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചെന്ന് പറയാനോ ഒരു അവസരം പോലും കൊടുക്കുന്നില്ല. ഈ അർജുൻ പിള്ളയും ഫിനിയാസും അഭിനന്ദും ഹെലനെല്ലാം കൂടിയിട്ട് പറ്റിച്ചിട്ടുള്ളത് 1 2 വിദ്യാർത്ഥികളെ അവരുടെ കുടുംബങ്ങളെയല്ല, ഒരുപാട് വിദ്യാർത്ഥികളെ ഒരുപാട് കുടുംബങ്ങളെയാണ്. ഇവരുടെ ശല്യം കാരണം ആചാര്യ കോളേജിൽ നിന്ന് പഠിപ്പിച്ച് പോയവരുണ്ട്. പണം കൊടുക്കാൻ ഈ വിദ്യാർത്ഥികളോ ഈ ഫാമിലിയോ തയ്യാറല്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുറച്ചുകൂടെ സാധനം ഇവരെ കയ്യിൽ കൂട്ടി വെച്ചിട്ട് ഇവരെ പോലീസുകാർക്ക് ഇട്ടുകൊടുക്കും. ഏകദേശം 6 മാസത്തോളം ജയിലിൽ കിടന്ന ആളുകളെ എനിക്ക് നേരിട്ടറിയാം. ഈ അർജുൻ പിള്ളയുടെ തട്ടിപ്പിനേരായിട്ടുള്ള ആചാര്യ കോളേജിലെ സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളോടും കോളേജിന്റെയൊക്കെ പേര്, ആൾക്കാരുടെ പേര് തന്നെ ഇദ്ദേഹം എടുത്ത് പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാനൊക്കെ അഡ്മിഷൻ ഒരു കാലത്ത് എടുത്തിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ വൻകിട ടീമുകൾക്കെതിരെയാണ് ഈ ഒരു കുഞ്ഞു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവരും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം മൗനം പാലിക്കുന്നോ അത്രത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം ഇനിയും പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ശബ്ദം ഉയർത്തുക, ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ആചാര്യ കോളേജിൽ നടക്കുന്ന തെമ്മടിത്തരങ്ങളാണ്. ഒന്ന് ഡ്രഗ്, അടുത്ത കേസ് എന്ന് പറയുന്നത് ഈ പിള്ളേരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഈ തട്ടിപ്പ്. അത് കേൾക്കുന്ന രക്ഷിതാക്കൾ ഇനിയൊരു അഡ്മിഷൻ അവിടെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഒരു റേപ്പ് നടന്നിട്ടുണ്ട്, ഒരു കുട്ടിയെ കത്തിക്കുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂര് ആചാര്യ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾ ലക്ഷ്യത്താണ്. ബിഗ് സല്യൂട്ട് മോനെ, ബിഗ് സല്യൂട്ട്. ഈ കാണിക്കുന്ന എഫോർട്ട്, നമ്മളും ആരും മൗനമായിട്ട് ഇരിക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോസൊക്കെ കാണുമ്പോണ്ടല്ലോ, ബിഗ് ബോസിന്റെ വീഡിയോസ് കണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അതല്ല, അതൊക്കെ വെറും ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കുകയാണ്. ഇത് റിയാലിറ്റിയാണ്. ഞാനിത് കേട്ട് ഞെട്ടി, ശരിക്കും ഞാൻ ഞെട്ടി. നിങ്ങൾക്ക് മക്കളുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ആഘാതം എന്തെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ബി കെയർഫുൾ. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ താമസിക്കുന്ന ഇതിനൊക്കെ ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുമെന്ന് വിചാരിച്ചാൽ കൂടിയും പലപ്പോഴും നമ്മളെ എത്തിക്കളയുന്ന അവസ്ഥകളാണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ തന്നെ ഇതിനകത്ത് പറഞ്ഞു, CBIക്കകത്ത് ഇല്ലാത്ത ഒരു വ്യക്തി ഇതിനകത്തോട്ട് കയറി വന്നിട്ട് ഞാൻ CBIയിലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് അവരുടെ ഓഫീസിലേക്ക് പോവുകയാണെന്ന്. ആക്ച്വലി അത് ഒരു മാഫിയ സംഘത്തിന്റെ അംഗമാണെന്ന് ഈ വ്യക്തി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിലും ഓക്കെ, നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ പറ്റുകയാണെങ്കിൽ ഒരു CCTV ക്യാമറയൊക്കെ വെക്കുക. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് വന്ന വ്യക്തി ഒരു CBI ഉദ്യോഗസ്ഥനല്ല എന്നെങ്കിലും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊരു ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു നാടകമാണെന്നോ എന്തെങ്കിലും, ഇന്ന് നാളൊരു കാലത്ത് നിങ്ങൾക്ക് ജെന്യൂനായിട്ട്, ഇപ്പോൾ തന്നെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, പൈസ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഏകദേശം 6 മാസത്തോളം ജയിലിൽ കിടന്ന വ്യക്തികളും ഉണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ
ഒരു CCTV ക്യാമറ ദൃശ്യങ്ങളോ എന്തെങ്കിലും എവിഡൻസോ ഒക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാകും വന്ന ആൾ CBI ഉദ്യോഗസ്ഥരല്ല അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. ഈ ഒരു വ്യക്തിയിൽ നിന്നും ഇപ്പം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും ചിലപ്പോൾ 4 ലക്ഷം, ചിലപ്പോൾ ഒരുപാട് ബാറികൾ 10 ലക്ഷം പറഞ്ഞിട്ട് ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ഇല്ല, ഞങ്ങൾ എത്ര കൂട്ടിയാലും ഒരു 4 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 4 ലക്ഷത്തിലോ 5 ലക്ഷത്തിലോ ഒക്കെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എമൗണ്ടുകൾ വലിയതാണ്. ഇപ്പോൾ ഒരു 4 ലക്ഷം രൂപ ഇത് ഒരു കുട്ടിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നാണെന്ന് ഓർത്തോളാം. ഇതിനകത്ത് എത്രയാണ് അധ്വാനം. അപ്പോൾ ഒരാളും അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന ക്യാഷുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആയിരിക്കാം ഇവരൊക്കെ ഇതുപോലുള്ള സംഘങ്ങൾ തട്ടുന്നത്. ആ സംഘങ്ങൾ തട്ടുന്നതല്ല വിഷയം, നിങ്ങളുടെ മക്കളുടെ തലമുറയുടെ ഭാവി ജീവിതത്തെ വെച്ചാണ് ഇവരൊക്കെ കളിക്കുന്നത്. ഓക്കെ, ബി കെയർഫുൾ. അറ്റ്ലീസ്റ്റ് ഒരു CCTV ക്യാമറ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിലും ഫ്ലാറ്റുകളിലും കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ വെച്ച് ഒരു സർവൈലൻസ് പിടിപ്പിക്കുക. അതുപോലെ തന്നെ CCTV ക്യാമറ വെച്ചാലും ഇവർക്ക് വേണമെങ്കിൽ ക്യാമറ കാണുമ്പോൾ വേണമെങ്കിൽ ഇതിന് സ്റ്റോറേജ് വേണമെങ്കിലും ഈ ക്യാമറ അങ്ങ് നശിപ്പിച്ചാൽ മിക്കവാറും എല്ലാ ആൾക്കാരും ചെയ്യുന്ന ക്യാമറയ്ക്കകത്തായിരിക്കും പെൻഡ്രൈവും അല്ലെങ്കിൽ മെമ്മറി കാർഡൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള ഡ്രൈവിലേക്ക് ഇത് എയർ ഡ്രോപ്പ് മെമ്മറിയിലേക്ക് നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവരിനി ഈ ഡിവൈസ് കേടാക്കി കളഞ്ഞാൽ കൂടി, ഇങ്ങനെ വരുന്നവരെ എല്ലാ പ്ലാനോട് കൂടിയായിരിക്കുമല്ലോ വരുന്നത്, ഡിവൈസ് കേടാക്കി കളഞ്ഞാൽ കൂടിയും ഇതിൻ്റെ എല്ലാ ഡേറ്റയും നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള അല്ലെങ്കിൽ OneDrive പോലെയുള്ള ക്ലൗഡ് സ്റ്റോറേജിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ആസ് ആൻ എവിഡൻസ്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. Big salute to that person.